അമ്മ ഉറങ്ങിയോ? ആവോ, നോക്കിയാലറിയാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇന്നിനി കുളിയും തേവാരോ ഒന്നുമില്ല. വേഗം ചോറ് വിളമ്പ്. വിശന്നിട്ട് പ്രാണം പോണു. വിശപ്പ് ഒരാൾക്ക് മാത്രമല്ല. താൻ കഴിച്ചില്ലേ? ഒറ്റയ്ക്കോ? ഉഷയില്ലേ? അവളും കഴിച്ചിട്ടില്ല. എന്താ? ചേട്ടനെ നോക്കിയിരിക്കായിരുന്നു മധുരം തരാൻ. മധുരോ? ആ, അതും മറന്നു. ഇന്നവളുടെ കോളേജ് ഇലക്ഷൻ അല്ലായിരുന്നോ? അവള് ജയിച്ചോന്ന്. ആ മണ്ടി ജയിച്ചോ? മണ്ടിയോ? ദേ, ഇത് അവളുടെ മുമ്പിൽ വെച്ച് പറയാൻ ധൈര്യമുണ്ടോ? പറയാം. ആരുടെ മുമ്പ് വെച്ചും പറയാം. പറയും. കൺഗ്രാറ്റുലേഷൻസ്. നീ എന്റെ അനിയത്തിയല്ലേ? എനിക്കറിയായിരുന്നു നീ ജയിക്കുമെന്ന്. എന്നിട്ട് നിന്റെ നാത്തവും പറഞ്ഞ എന്താണെന്നറിയോ? അതല്ലേ നിന്നെ ജയിപ്പിച്ച നിന്റെ കോളേജിലെ കുട്ടികൾ മുഴുവൻ മണ്ടികളാണെന്ന്. അയ്യോ, എന്റെ അമ്മയാണ് സത്യം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആരെ പറഞ്ഞെന്നറിയാവോ? ക്രോസ് വിസ്താരമൊക്കെ ചോറ് വിളമ്പിട്ട്. എന്റെ ദൈവമേ, ഇങ്ങനെ നിന്ന് നിപ്പി കാല് മാറുവോ മനുഷ്യര്? നീ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്താ? നീ ഇങ്ങനെ കോളേജിൽ പോകുന്നതും നല്ല ഡ്രസ് ഇട്ട് നടക്കുന്നതും യൂണിയൻ ലീഡർ ആകുന്നതും ഒന്നും പുള്ളിക്കാരിക്ക് അത്ര പിടിക്കുന്നില്ല. കണ്ണേടിയാ. ചേട്ടത്തിക്കോ? അത് വെറുതെ. തലേണ മന്ത്രം എന്നൊരു സംഭവമുണ്ട്. ഉള്ളിലിരിപ്പ് ശരിക്കും എനിക്കല്ലേ അറിയൂ. ചേട്ടത്തി അങ്ങനെ പറഞ്ഞോ? എത്ര പ്രാവശ്യം. തോന്നൽ തെറ്റില്ല. 10ാം ക്ലാസ്സും ഡ്രില്ലും അല്ലേ വിദ്യാഭ്യാസം. എന്താ രണ്ടാളും കൂടി ഒരു കുശൂഷിപ്പ്? വേറൊന്നുമല്ല ചേട്ടത്തി, ഈ തറവാട്ടിന്ന് ഇതിനു മുൻപും ഒരാള് കോളേജിൽ പോയിട്ടുണ്ട്, മത്സരിച്ചിട്ടുമുണ്ട്. എന്നിട്ട് കൂവല് പേടിച്ച് ഒരാഴ്ച വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നേ. ആ മാനക്കേട് തീർക്കാൻ അവസാനം ഇങ്ങനൊരു പെണ്ണ് വേണ്ടി വന്നു. അതിന്റെ ചൊരുക്കാണേ. മനസ്സിലിരുന്നോട്ടെ കാരണവരെ. വന്നോ? കിടക്കണേന് മുമ്പ് ഇതിലൊന്ന് വന്നിട്ട് പോവാൻ പറയാം അവനോട്. ശരിയമ്മേ. കണ്ണ് കണ്ടോണ്ടോ എനിക്ക്? അത് തന്നെ ഞാനും ചോദിക്കുന്നു. വാസിപ്പിള്ളേ, കണ്ടും ഗവനിച്ച് നിന്നോണം ഇന്ന് മുതല്. ഇപ്പൊ എടുത്തതേ ഭൂട്ടാൻ ബമ്പറ 75 ലക്ഷം രൂപയും കോൺഗ്രസ് ക്ലാസ്സിൽ കാറുവാ. കാറിന്റെ കാര്യമൊന്നും പറഞ്ഞ എന്നെ വരട്ടാ. ഈ ഭാഗ്യക്കുറി എന്ന് പറഞ്ഞാലേ അതൊക്കെ ഭാഗ്യവാന്മാർക്കുള്ളതാ. ഞാൻ മാത്രം കുടിച്ചാ കൊതി കിട്ടുമല്ലോ മാളുവമ്മേ. ഒരാളൂടെ ഉണ്ട്. ആവശ്യമുള്ളവര് ചോദിക്കട്ടെ. എന്നാ ചോദിച്ചിരിക്കുന്നു. പിന്നെ മധുരം പാടില്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി കേട്ടോ. പട്ടാളത്തിൽ ചോറും കറിയും വെച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നവനൊക്കെ അവന്റെ ധാരണ ഇപ്പൊ അവൻ പൈലറ്റാന്നാ. ഏരപ്പാളി. പിന്നെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ആര്? മാധുമോനോ? അത് ശരി. കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ബഹളം വെച്ചോണ്ടിരിക്കായിരുന്നു. ഒരു ചായ മാധുമോനോട് എടുത്തോളൂ മാളു വെച്ച്. ഇപ്പൊ എടുക്കാം. ഹരിയാന രക്ഷയില്ല. നാളെ കർണാടക നോക്കാം. ഒന്നും നിക്കൂ. കേശവൻകുട്ടി എണ്ണീറ്റോ? ഇല്ല, ഇന്നലെ രാത്രി വന്നപ്പോ ഒരുപാട് വൈകുമല്ലോ. 100 കൂട്ടം ബന്ധപ്പാടിനിടയ്ക്കല്ലേ ഇപ്പൊ ഈ ഉത്സവം. പിന്നെ മുഖ്യമന്ത്രി എണ്ണീറ്റോ? എപ്പോഴേ? നല്ല കാര്യായി. 4 മണിക്ക് കോഴി പോവാൻ മറന്നാലും സാവിത്രിയമ്മ എണ്ണീറ്റിട്ടുണ്ടാവും. എന്നാ ഒന്ന് മുഖം കാണിച്ചു കളയാം. പിന്നെ കാപ്പി 1ാം തരം. അയ്യോ, അത് ചായ അല്ല അല്ല, രണ്ടായാലും സ്വാദ് തന്നെയാണ്. പിന്നെയും കിടന്നോ? നല്ല ആളാ. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ
നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. എന്നിട്ട് നീഹാരണ്യ നിചോള നിവേഷ്ടിത നീഹാരാദ്ര മഹാദ്രികളിൽ കാല്യല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് കതിരുതിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടു. ആരായാലും ഇവിടെ ഇല്ലെന്നേ പറയുള്ളൂ. ഹലോ, അതെ, ആരാണ്? വറീതോ? കുഞ്ഞു വറീതോ? വറീതെന്നോ കുഞ്ഞു വറീതെന്നോ? ഹലോ, ആ കേശവനാരാണ്. ഉവ്വ്, ആ കരുതി വെച്ചേക്കണം, ചിലപ്പോ വേണ്ടി വന്നേക്കും. ഓ, വൈകുന്നേരം കാണാം ക്ലബില്. ആ ശരി ശരി. ഓ, ഒന്നുമില്ല. മാധവൻ വന്നിട്ട് അവിടെ. ഞാനൊരു കാപ്പൂടി കഴിഞ്ഞതാ ഉത്സവ കമ്മിറ്റി ആഫീസിൽ നിന്ന്. ആഫീസിൽ കയറി നിറങ്ങാൻ നീ എന്തിനാടാ മാധു? കേശവൻകുട്ടിയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് നിന്നെ ഒന്നും ഞാൻ ആശ്രയിച്ചിട്ടില്ല, ഉണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞു കിടന്ന് തെക്ക് വടക്ക് ഓടുക. എനിക്ക് ഇവിടെ ഇരുന്ന് ഒച്ച വെക്കാന്നല്ലാതെ കൂടെ ഇറങ്ങി ചെല്ലാൻ പറ്റുമോ? മാളു, എന്തോ? മാധുവിന് ചായക്ക് മധുരം വേണ്ട. ചായ കുടിച്ചതാ. കുടിച്ചതാ? എന്നാലും മെനക്കെട്ട സ്ഥിതിക്ക് ഒന്നുകൂടെ ആവാ. എന്റെ ഒപ്പോളെ ഇതിനകത്ത് മലമറിക്കുന്ന കാര്യമൊന്നുമില്ല. ഉത്സവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മടിയിൽ കാശുമായിട്ട് കേശവൻകുട്ടി മുമ്പിൽ നിന്നാ മതി. മറ്റുള്ളവരൊക്കെ ഒരാൾപേര് അത്രേ ഉള്ളൂ. അവൻ ഒന്നും അറിഞ്ഞൂടാ. മേജർ സെറ്റ് കഥകളിയെന്നും പറഞ്ഞ് നോട്ടീസ് അടിക്കും. വരുന്നത് കളരിപ്പിള്ളാരെങ്ങാനും ആണെങ്കിൽ ആദ്യം വാങ്ങിക്കുന്ന നീയാ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു കുടിക്കാൻ. മാളു, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ 100 ആയുസാണ്. ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കുഞ്ഞേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞ് നാവ് എടുത്തേ ഉള്ളൂ. കുഞ്ഞേട്ടൻ എനിക്ക് ഇരുന്നോളാൻ. ആരാ കോളടിച്ചത്? നോക്കൗട്ടാണ്. ആദ്യം ഒരു പൂശി ഇവനങ്ങോട്ട് പൂശി, ഉറുപ്പിയ 500 അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞേട്ടൻ ഒരു പൂശ അങ്ങോട്ട് പൂശി, ഉറുപ്പിയ 500 അങ്ങോട്ടും പോയി. 500 അങ്ങോട്ട് പോയി, 500 അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഞങ്ങളിലെ ചുരുക്കി പറഞ്ഞാൽ സമാസമം. അതേന്ന് ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും സഹിക്കില്ല. അയ്യോ, ഒരു ചെറുതൊഴിക്കട്ടെ? വേണ്ട. ലേശം. അങ്ങൊന്നും കുടിക്കില്ലെന്ന് അറിയില്ലടാ കണ്ണാലി. വലിയ ആളാവല്ലേട്ടാ. കുടിക്കില്ല എന്ന് അറിഞ്ഞിട്ട് എന്നെ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഗ്ലാസ് എടുത്ത് മാറ്റില്ലേ കുഞ്ഞേട്ടാ? ചേട്ടന്റെ അനിയൻ തന്നെ. ഒഴിവാക്കാൻ വയ്യാത്തൊരു അത്യാവശ്യം വന്നാലേ അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളൂ എന്ന് നന്നായിട്ടറിയാം. ഉള്ളത് വേണ്ട സമയത്ത് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ആട്ടെ, ഇപ്പൊ എത്രയുണ്ടെങ്കിൽ ഒരു നീക്കുപോക്കാവും. എത്ര ഉണ്ടാവും? എത്രയുണ്ടാവും? നിന്റെ കയ്യിൽ എന്തുണ്ടാ? 5 കാണും. കുഞ്ഞേട്ടന്റെ കയ്യിലോ? എന്റെ കയ്യിൽ അത്ര തന്നെ ഉണ്ടാവും.